എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ബന്ധങ്ങളിലെ സുതാര്യതയെക്കുറിച്ചാണ്. ഏതൊരു ബന്ധങ്ങളിലായാലും, അത് സഹോദരി സഹോദര ബന്ധങ്ങളിലായാലും, അതുപോലെ തന്നെ ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിലായാലും തന്നെ, സൗഹൃദങ്ങൾക്കിടയിലായാലും, രക്ഷിതാക്കളും കുട്ടികളും തമ്മിലുള്ള ബന്ധങ്ങളിലായാലും ശരി, ഏത് ബന്ധങ്ങളിലായിക്കോട്ടെ, നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് കൈകാര്യം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. പലപ്പോഴും വൈകാരികമായിട്ട് ഒട്ടും സുതാര്യതയില്ലാതെ ബന്ധങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ പരിണിത ഫലം എന്ന് പറയുന്നത് വളരെ ദുർഘടമായിട്ട് തീരാറുണ്ട്. ഉദാഹരണത്തിന്, ഇതിപ്പോ ഒരു പേപ്പറാണ്, എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു പേപ്പറാണ്. ഈ പേപ്പർ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഒട്ടും ചുളിവും ഒന്നുമില്ലാതെ നല്ല രീതിയിലുള്ള ഒരു പേപ്പറാണ്. അത് നമ്മൾ ഇങ്ങനെയൊന്ന് ചുരുട്ടി നോക്കുമ്പോൾ അത് നീർത്തുമ്പോൾ നമ്മൾ നോക്കൂ, എങ്ങനെയാണ് ആകെ ചുളിവുകൾ വന്നു അല്ലേ? അപ്പം നമ്മൾ തൽക്കാലം എന്താണ് ഇതുപോലെ ഒന്ന് നീർത്തിയൊക്കെ നോക്കുമ്പോഴും ചെറിയ ചുളിവുകളും മറ്റുമൊക്കെ ഉണ്ട് ഈ പേപ്പറിന് അല്ലേ? അതുപോലെ തന്നെയാണ് ബന്ധങ്ങളുടെ കാര്യവും. നമ്മൾ ഒട്ടും ദീർഘവീക്ഷണമില്ലാതെ, അല്ലെങ്കിൽ പെട്ടെന്ന് വൈകാരികമായിട്ടൊക്കെ പരസ്പരം മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യണ രീതിയിലുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ മനസ്സിൻ്റെ അവസ്ഥയും ഇതുപോലെ തന്നെ, ഈ ചുളിഞ്ഞ പേപ്പർ പോലെ തന്നെയാണ് ഓരോ വ്യക്തികളുടെ മനസ്സിൻ്റെ അവസ്ഥയും എന്നുള്ളത്. ചിലപ്പോൾ വൈകാരിക പ്രക്ഷോഭങ്ങൾക്ക് അടിമപ്പെട്ട് താൽക്കാലികമായിട്ട് പറയുന്ന വാക്കുകൾ മാത്രമാകാം നമ്മൾ തെറി പറയാം, അല്ലെങ്കിൽ മറ്റൊരാളെ വേദനിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും വിളിച്ച് പറയുക ഒക്കെ ചെയ്യുന്നത് അങ്ങനെ ഒരു വികാര വിക്ഷോഭത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം. പക്ഷെ ആ കേൾക്കുന്ന ആള് ഒരിക്കലും അയാളുടെ മനസ്സിൽ തറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് അയാൾക്ക് ഒഴിവാക്കാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. അത് ഡിലേറ്റ് ഓപ്ഷനൊക്കെ നമുക്ക് മൊബൈലിലൊക്കെ ഡിലേറ്റ് ഓപ്ഷൻ ഉണ്ട്. എന്നാൽ മനസ്സിൽ നിന്ന് അത് അത്രമാത്രം ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിലേറ്റ് ഓപ്ഷൻ വർക്ക് ചെയ്യിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ നമ്മൾ ഈ കടലാസ് കഷ്ണം ഇപ്പോൾ ഇങ്ങനെ കീറുകയാണ്. ഞാനത് ഇങ്ങനെയൊക്കെ കീറി ആകെ കഷ്ണങ്ങളാക്കി ഇരിക്കുകയാണ്. ഇങ്ങനെ നിറയെ കഷ്ണങ്ങളാക്കിയിട്ടുള്ളൊരു ഈ പേപ്പർ നമുക്ക് കൂട്ടി വെച്ച് ഒട്ടിച്ചാലൊക്കെ ഒരു ചതുര കഷ്ണമായിട്ടൊക്കെ നമുക്ക് കിട്ടും. പക്ഷെ എപ്പോഴും ആ ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചുളുങ്ങൽ മാത്രം വന്നിട്ടുണ്ടെങ്കിൽ തൽക്കാലം നേർത്തി ഒന്ന് തേക്കുകയൊക്കെ ചെയ്യുകയാണെച്ചെങ്കിൽ അതൊന്ന് നേർന്ന് കിട്ടും. പക്ഷെ നമ്മൾ ഇങ്ങനെ കീറിപ്പോയാൽ എന്തായിരിക്കും സ്ഥിതി? അത് പൂർവ്വസ്ഥിതിയിൽ എത്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ ബന്ധങ്ങളിലെ കാര്യങ്ങളും സൂക്ഷിക്കേണ്ടത് എന്നുള്ളതാണ്. പെട്ടെന്ന് നമ്മൾ ഈ ബന്ധങ്ങൾ ടോക്സിക് ആകാതിരിക്കുക എന്നുള്ളതാണ്. ടോക്സിക് റിലേഷൻഷിപ്പ് എപ്പോഴും നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ട്, മാനസിക പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന രീതിയിൽ ആയിരിക്കും. സൗഹൃദങ്ങൾക്കിടയിലെ ടോക്സിക് ആയിട്ടുള്ള പെരുമാറ്റങ്ങൾ, അതുപോലെ തന്നെ ദാമ്പത്യത്തിൻ്റെ ഇടയിലെ ടോക്സിക് ആയിട്ടുള്ള പെരുമാറ്റങ്ങൾ, അതുപോലെ തന്നെ സഹോദരങ്ങൾക്കിടയിലുള്ള ടോക്സിക് ആയിട്ടുള്ള പെരുമാറ്റങ്ങൾ, രക്ഷിതാക്കൾക്കിടയിലുള്ള ടോക്സിക് ആയിട്ടുള്ള പെരുമാറ്റങ്ങൾ, ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് മാനസിക അകൽച്ച മാത്രമേ ഇത്തരം ബന്ധങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുകയുള്ളൂ. ബന്ധങ്ങൾ നല്ല രീതിയിൽ നമ്മൾക്ക് ഓർമ്മിക്കത്തക്ക രീതിയിൽ ഉള്ളതാവണമെങ്കിൽ അത്രമാത്രം മനോഹരമായിട്ട് ബന്ധത്തെ കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ ഒരു കപ്പിൾസിനെ എടുക്കാം, ദമ്പതികളെ എടുക്കുകയാണെച്ചെങ്കിൽ ഒരാളെ അടിമയാക്കാൻ നോക്കുക, അല്ലെങ്കിൽ ഒരാളെ അന്ധമായിട്ട് സ്നേഹിച്ചു കൊണ്ടിരിക്കുക, അയാളുടെ ഓരോ കാര്യങ്ങളും അയാൾക്ക് ഇടം വലം തിരിയാത്ത രീതിയിൽ അയാളെ ശ്വാസം മുട്ടിക്കുന്ന രീതിയിൽ അയാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടെ
അവസ്ഥ ഈ കടലാസിൻ്റെ പോലെ ആയിരിക്കും ആ ബന്ധത്തിൻ്റെ അവസ്ഥയും എന്നുള്ളതാണ്. നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോ പേഴ്സണൽ സ്പേസ് ഉണ്ട്. എപ്പോഴും ആ പേഴ്സണൽ സ്പേസ് അവിടെ പ്രൊവൈഡ് ചെയ്യണം. എന്നാൽ മാത്രമാണ് നമ്മൾ ബന്ധങ്ങൾ നല്ല മനോഹരമായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറഞ്ഞാൽ അവർ പരസ്പരം വളരെ അടുത്ത് ഇടപഴകേണ്ട ആളുകൾ തന്നെയാണ്. പരസ്പരം എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാം, അവിടെ പങ്കുവെക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. എന്നിരുന്നാലും അവിടെയുമുണ്ട് ഒരു പേഴ്സണൽ സ്പേസ്. ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഓരോ കാര്യങ്ങളും അടിവരയിട്ട് അങ്ങനെ പറയാനായിട്ട് സാധിക്കില്ല. അവർക്ക് ആ ഒരു വ്യക്തിയാണ്, അവർക്ക് അവരുടേതായിട്ടുള്ള പേഴ്സണൽ സ്പേസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ സൗഹൃദങ്ങളിലും ഇത്തരം ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കാണാം. ഒരാളെ രണ്ടുപേര് സൗഹൃദത്തിലാണെങ്കിൽ ആ രണ്ടുപേര് മാത്രമേ സംസാരിക്കാവുള്ളൂ എന്ന് വിചാരിക്കുക. വേറൊരാളായിട്ട് സംസാരിക്കുന്നത് പോലും മറ്റാൾക്ക് ഇഷ്ടപ്പെടാതിരിക്കുക. പിന്നെ അതുപോലെ തന്നെ വീട്ടുകാരായിട്ട് അറ്റാച്ച്മെന്റ് ഉണ്ടാവണം, അത് ഇഷ്ടപ്പെടാതിരിക്കുക. അല്ലെങ്കിൽ കൂടെ പഠിക്കുന്ന ആളുകളായിട്ട് സൗഹൃദം സ്ഥാപിക്കുമ്പോൾ മറ്റേ ആളുകൾക്ക് ഇഷ്ടപ്പെടാതിരിക്കുക. അപ്പം അത്തരത്തിലുള്ള റിലേഷൻഷിപ്പും വളരെ ആയിട്ട് ഡിസ്കംഫർട്ട് ഉണ്ട്, ഒരാൾക്ക് ഇത് ഡിസ്കംഫർട്ട് ഉണ്ടാക്കും എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾക്ക് അടിമ സമാനമായിട്ട് ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലൂടെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് കാമുകന്മാരുടെ ഇടയിലും അവിടെയും എന്താണ്, ഓരോ വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മൾ അവർക്ക് അവരുടേതായിട്ടുള്ള റെസ്പെക്റ്റ് കൊടുത്താൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഏത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അങ്ങനെ പരസ്പരം ഓരോ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള പേഴ്സണൽ സ്പേസും അതുപോലെ തന്നെ ബഹുമാനവും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് ബന്ധങ്ങളിലുള്ള ഈ സുതാര്യത ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അത്തരം അടിമ സമാനമായതോ അല്ലെങ്കിൽ ഒത്തിരി ടോക്സിക് ആയതോ ആയിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കാനായിട്ട് നോക്കാതെ ഓരോരുത്തരും ഒരു വ്യക്തികളാണ്, ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള സ്പേസ് ഉണ്ട് എന്നുള്ള രീതിയിൽ, പിന്നെ തെറ്റുകൾ വന്നാൽ അത് ക്ഷമിക്കാനുള്ളൊരു മനസ്സുണ്ടാവുക, മറ്റൊരാളെ അംഗീകരിക്കാനുള്ളൊരു മനസ്സുണ്ടാകുക, തുറന്ന് പറയാതിരിക്കാൻ, കള്ളത്തരം പറയാതിരിക്കുക, മറ്റൊരാളെ പറ്റിക്കപ്പെടാതിരിക്കുക, ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തി ബന്ധങ്ങളിൽ സുതാര്യത ഉറപ്പുവരുത്തിയാൽ മാത്രമാണ് മനോഹരമായിട്ടുള്ള ബന്ധങ്ങൾ തുടർന്നു പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരം ടോക്സിക് ആയിട്ടുള്ള ശീലങ്ങളൊക്കെ മാറ്റി നല്ല രീതിയിലുള്ള നല്ല സ്നേഹവും കരുണയും ബഹുമാനവും ഒക്കെ ഉള്ള ഒരു റിലേഷൻഷിപ്പ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമല്ലോ. താങ്ക് യു.